ഞാൻ ആദ്യം 7 കുട്ടികൾ വേണം എന്നുള്ളൊരു പ്ലാനിലായിരുന്നു. നിങ്ങൾക്ക് അവരെ കൊണ്ട് സാധിക്കും. അതെ, ചില സമയങ്ങളിൽ ഞാൻ തന്നെ കണ്ണാടി നോക്കി എന്നെ ബഹുമാനിക്കാറുണ്ട്. ഇനി മുന്നോട്ട് തന്നെയല്ലേ? ഓ, ഞാൻ ഇടയ്ക്ക് ഞാൻ പറയും നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടി ആലോചിച്ചിട്ട് പോരെ ഇനി ഒരു കുട്ടി എന്നൊക്കെ ഞാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ അറിയും പ്രസവം നിർത്താ, പക്ഷെ നിങ്ങള് നിർത്തണം. അതല്ല, ഇതെന്താ വെച്ചാല് നമ്മൾ അങ്ങനെ പറയാവൂ. പെൺകുട്ടിക്ക് വേണ്ടിട്ട് ആക്കിയതാണ്, വെയിറ്റ് ചെയ്താണ്. ഇനി ഇതിനെടുത്തോണ ഓക്കെ പോസിബിൾ ആണ്, പക്ഷെ എടുക്കൽ അത്ര പോസിബിൾ അല്ല. അതും നിങ്ങളെ കൊണ്ട് തെളിയിച്ചു. ഞാൻ പെയിൻ എടുത്തപ്പോ എന്നോട് പറഞ്ഞ് രാവിലെ 8 മണിക്ക് കുട്ടികളൊക്കെ കുളിപ്പിച്ച് സെറ്റ് ആക്കണം, എനിക്ക് ടൂർണമെന്റ് ഉണ്ട്, ഞാൻ അത് കഴിഞ്ഞ് വരാം. ഓ അങ്ങനെയല്ല, ഓള് പോണതിന് മുമ്പ് ഞാൻ നല്ല പ്ലെയർ ആണ്, അതെനിക്ക് മനസ്സിലായി. ഞാൻ ജസ്റ്റ് നോക്കി എന്താ സംഭവം എന്നില്ലേ. അപ്പൊ ഒരു കറുപ്പ് ഇതിങ്ങനെ കാണുന്നുണ്ട്. അപ്പൊ അത് കുട്ടിയുടെ മുടിന്റെ ഈ തലയുടെ ഭാഗമാണ്. ഞാൻ എന്ത് സാധനം കരുതി ഭയങ്കര എനിക്കുണ്ടായ കുട്ടി എന്താ ഇങ്ങനെ ഇവിടെ പൊക്കിൾ കൂടി കട്ട് ചെയ്തിട്ടില്ല. അപ്പൊ പൊക്കിൾ കൂടി ഇങ്ങനെ നിക്കുമ്പോ ഡ്രസ്സിംഗ് ഒക്കെ പൊക്കിയിട്ട് വേണം ഹോസ്പിറ്റലിൽ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ, കാരണം വസ്ത്രം ക്ലിയർ അല്ലല്ലോ. പിന്നെയുള്ള ആകെയുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാല് ഞാൻ തുണി എടുത്തിക്കണേ, പക്ഷെ അതിന്റെ അടിയിലൊന്നും ഇട്ടുക്കണമെന്നല്ലോ. ട്രൗസർ ഇട്ടുണ്ട്, പക്ഷെ ട്രൗസറിന് കീറലുണ്ട്. ഞാൻ ഓളെ എങ്ങനെയാണ് മൂടി, എന്നിട്ട് തുണി ഇങ്ങനെ ഇതാക്കിട്ട് ഓളെ സ്ട്രക്ചർക്കാണ് ഇരുത്തി. ഞാൻ ഇങ്ങനെ ട്രൗസർ കീറി ട്രൗസർ ഇങ്ങനെ പിടിച്ചിട്ട് എന്തിനിങ്ങനെ നടക്കണ പോലെ നടന്ന് ഹോസ്പിറ്റലിൽ കൂടെ. ഇത് പറയണിട്ട് നേഴ്സുമാരുടെ അടി കൂടെ കീറി ട്രൗസർ ഞാൻ അത് കീറി ട്രൗസർ ഇട്ടിട്ട് ഇങ്ങനെ പിടിച്ചിട്ടാണ് നടക്കണത്. എന്നിട്ട് അപ്പോഴും ഓളെ പോസസീവ്നെസ്, ഇവർക്ക് ഓളെ അഭിമാനം സംരക്ഷിച്ചില്ല. ഇതൊരു പടത്തില് കൊച്ചിനീപ്പുണ്ടല്ലോ ഇങ്ങനെ പിടിച്ചു നിൽക്കണം, അങ്ങനത്തെ അവസ്ഥയിൽ ഞാൻ പോയത്. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. English Cafe, we present you the perfect English. WhatsApp now 9633 888 575. ഹലോ, വെൽക്കം ടു വെറൈറ്റി മീഡിയ. ഞാൻ നൈനിഷ. ഇന്ന് എൻ്റെ കൂടെയുള്ള ഗസ്റ്റ് അല്ല, ഗസ്റ്റുകളാണ്. നമുക്ക് കണ്ണിനൊക്കെ ഭയങ്കര കുളിർമ നൽകുന്ന പറയില്ലേ, അങ്ങനത്തെ ഒരു ഗസ്റ്റുകളാണ് നമ്മുടെ കൂടെ ഉള്ളത്. അൻഷിഫ്ക്കും അൻഷിഫ്ക്കിന്റെ ഒരു ഫാമിലിയാണ്, സൂപ്പർ ഫാമിലി, ക്യൂട്ട് ഫാമിലി. ഹലോ, ഹായ് ഹായ്. ഇതിലാരാ? അബ്രു, ജിബ്രു, ഇബ്രു, അബ്രഹാം ഖുറൈശി, ആദം ഇബ്രാഹിം. ജിബ്രാൻ, ലൈക്ക് ജിബ്രാൻ അല്ലേ? സൂപ്പർ. ഇത് ഇതാണ് നമ്മുടെ ആരത് രാജകുമാരി അല്ലേ? ടീച്ചറുടെ ഫസ്റ്റ് ഒന്ന് പേടിയോ, ഇത്ര നേരം ചിരിച്ചിരുന്ന മോളാ. ഇത്ര നേരം ചിരിക്കായിരുന്നില്ല എന്നോട്. എന്നെ പോലെ ഉണ്ടോ? അങ്ങനെ അപവാദമൊന്നും പറയല്ലേ എന്ന് കുട്ടിക്ക് സഹിക്കുന്നില്ല. ഞാൻ ചോദിക്കട്ടെ അൻഷിഫ്ക, എങ്ങനെ പോകുന്ന ഫാമിലിയൊക്കെ? നിശ്വാസം മാത്രം. എനിക്ക് ഈ കുഞ്ഞോളെ ഒരു എന്താ പറയാ, ഒരു അവാർഡൊക്കെ കിട്ടി വാങ്ങിച്ചുകൊണ്ട് ഞാൻ തരും. ഇവിടെ കുഞ്ഞോൾക്ക് കൊടുത്തിട്ട് ഞാൻ ബാക്കി ആർക്കും കൊടുക്കുകയുള്ളൂ. എങ്ങനെയാണ് ഈ ഒരു ഫാമിലിനെ കൊണ്ടുപോകുന്നത്? കൂടി കേൾക്കേണ്ടേ ഉള്ളൂ. ഞങ്ങള് സത്യം പറഞ്ഞ തെറ്റിലാണ്. ഞങ്ങൾ ഇന്റർവ്യൂ ഒക്കെ എടുക്കുമ്പോ ഇതിലേറെ കൂളാൻ ഇതായിട്ട് ഒരു റൊമാൻറ്റിക് അങ്ങനത്തെ ടൈപ്പ് സംഭവമാണ് ചെയ്യല്. ഇന്ന് ഞങ്ങളെ അവൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ സഹകരണം കുറവായിരിക്കും, സഹകരണ മനോഭാവം ഉണ്ടാവില്ല. കാരണം ഓള് ഇന്നലെ വിരുന്ന് പോയതാണ് ഓളെ വീട്ടിക്ക്. ഒരാഴ്ചക്ക് പോയതാ, മിഞ്ഞാന്ന് ഒരാഴ്ചക്ക് എന്ന് പറഞ്ഞ് പോയതാ. അപ്പൊ ഇന്നിപ്പോ നിങ്ങൾ പെട്ടെന്ന് വിളിച്ചപ്പോ ഞാന് ഇങ്ങോട്ട് പോരെന്ന് പറഞ്ഞും പോയി അല്ലേ? ഓക്കെ പറഞ്ഞും പോയി. കാരണം കുറച്ച് മുമ്പ് ഞാൻ എസ് പറഞ്ഞതല്ലേ. അപ്പൊ നമ്മള് വാക്കിന് ഭയങ്കര, ഞാൻ മറ്റേ മൊയ്തീന്റെ അങ്ങനത്തെ ഒരു ക്യാരക്ടറാ.
മറ്റേ എന്താണ് എന്ന് നിന്റെ മൊയ്തീനത്തെ വാക്കാണ് സത്യം. വാക്കാണ് സത്യം. നല്ലതാ. ഏത് ഇരുവഴിഞ്ഞിപ്പുഴ കടന്നിട്ടാലും ഓളെ ഞാൻ കൊണ്ടിരുന്ന പറഞ്ഞു. അത് ഓക്കുവോളം അമ്മാക്കൊന്നും പറ്റിയില്ല. ഞങ്ങളിന്ന് വരൂല, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അങ്ങനെയല്ല, ഞാന് വിരുന്ന് പോവലേ ഇല്ല എന്നുള്ള ഭയങ്കര പരാതിയാണ്. ഞാൻ പോകൂല, ഇനി ഒറ്റക്ക് സുഖം വിടൂല എന്നുള്ള ഭയങ്കര പരാതിയാണ്. അല്ല, പരാതി എന്താ വെച്ചാല് 6 മാസമായിട്ട് ഇവിടുന്ന് പോണില്ല. അപ്പൊ ഞമ്മക്ക് ഒരു എപ്പോഴെങ്കിലും ഒരു ഡിസ്റ്റൻസ് ഇത് ചെയ്യുമ്പോഴുള്ളൂ നമുക്ക് ആ ഒരു മുഹബത്ത് ഫീൽ ചെയ്യുള്ളൂ. അപ്പൊ ഞാൻ ഇപ്രാവശ്യം പോയി. അപ്പൊ എനിക്ക് പറ്റിയില്ല. അപ്പൊ എനിക്ക് കൊണ്ടുവരാനുള്ള ഒരു ടെൻഡൻസി വന്നു. അപ്പൊ ഒരാഴ്ചക്ക് പോയപ്പോ പിന്നെ ഈ ഇന്റർവ്യൂ ഇതിന്റെ ഒരു ബേസ് ആണ്. അപ്പൊ അതും പൊതുവേ ഞാൻ പോകുമ്പോൾ ഞാൻ ഇങ്ങോട്ടാണ് വിളിക്കുക, കൊണ്ടുവരാൻ വരെ. ഞാനും 2 ദിവസം നിന്നാ ഞാൻ പിന്നെ കാക്കുനെ വിളിക്കും, ഞാൻ കൊണ്ടുവരാൻ വരും. ഞാൻ പറ്റൂല അവിടെ നിന്നോ, 4 ദിവസമെങ്കിൽ നിക്കണം. എല്ലാ പെണ്ണുങ്ങളാരും അങ്ങനെയാണ്. ഇപ്രാവശ്യം നേരെ തിരിച്ചാണ്. എന്താ വെച്ചാല് എനിക്ക് ഇവരൊക്കെ ഒക്കെപ്പാടാവുമ്പോ ഉറക്കൊന്നും ശരിയാവൂല. ഭയങ്കര രാവിലെ തന്നെ ഇവള് കരയും, ഇപ്പൊ അത് കഴിഞ്ഞിട്ട് കരയും. അങ്ങനെ ഒരു ഇതാണ്, ഒരു ഷെഡ്യൂൾ ചെയ്ത് കരയുന്ന ടീം. ഇതൊക്കെ ഓർക്കണം നമ്മള് ചില സമയത്തെങ്കിലും. പറ്റിപ്പോയി. അല്ലേ? പക്ഷെ ഞാൻ ഫസ്റ്റിലേ പറയണമെന്ന് ചോദിച്ചാൽ നിങ്ങളെ ലുക്ക് ഒരു രക്ഷയില്ല. ഞാൻ അതിലാറ് ലുക്ക് ഉണ്ടായിരുന്നു, ഇപ്പൊ മുടി ഇതേപോലെ കളഞ്ഞത്. കോസ്റ്റ്യൂം ലുക്കാണ് ഞാൻ ഉദ്ദേശിച്ചത്. ശരിക്കും ഇത് പറ്റിയിട്ടില്ല കേട്ടോ. ഇപ്പൊ എന്റെ ലുക്കിനെ കുറിച്ച് പറഞ്ഞില്ലേ? അല്ല, അത് ഉദ്ദേശിച്ച വേറെയാണ്. തിരിച്ചു പറയണുണ്ടില്ലേ, എന്ത് കോസ്റ്റ്യൂം ലുക്കാണ് ഉദ്ദേശിച്ചത്? കോസ്റ്റ്യൂം അതന്നെ, അതാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും ഇതെന്ന് പറഞ്ഞാൽ തന്നെയല്ലേ, കോസ്റ്റ്യൂം ഒക്കെ തന്നെയല്ലേ. അതിലൊക്കെ തന്നെയാണ് ഇതിന്റെ ലുക്കിന്റെ മൊത്തത്തിലുള്ള ഇത് നിൽക്കുന്നത്. എന്റെ മോള് കരയുന്ന, മോൻ തിരിയുന്ന. ഞങ്ങൾ ഇനി പിരിയല് നിങ്ങൾ ഇമ്പോസിബിൾ. അതല്ലേ പറയും, ഇന്റർവ്യൂ അടിച്ച് പിരിയുന്നതാണ്. അത് ഞാൻ പിരിപ്പിക്കും. കഴിഞ്ഞ ഇന്റർവ്യൂ ഞങ്ങൾ എടുത്തേക്ക് തന്നെ ഇതേപോലെ തെറ്റി. അതിന്റെ ആങ്കറുമായിട്ട് ഞാൻ കൂടുതൽ മിങ്കിൾ ചെയ്തെന്ന് പറഞ്ഞിട്ട് വരും ഡയലോഗ്. ഓളോടൊക്കെ ഇവള് ഭയങ്കര ചിരിച്ച് നിന്നിട്ട്, അപ്പൊ ഓള് ആ വലയിൽ ചാടുന്ന ഒരു സീനുണ്ട് അതിന്റെ ആങ്കർ. അപ്പൊ ഓക്ക് പേടി. ക്യാമറമാൻ പറഞ്ഞു ഈ തള്ളിക്കോ നമുക്ക് വീഡിയോ റീച്ച് ആയാൽ മതി പറഞ്ഞു. ഞാൻ ഓളെ ഇങ്ങനെ പിടിച്ചിട്ട് അപ്പൊ ഇവിടെ മുഖം പിന്നെ ഇവിടെ പോയിട്ടുണ്ട്. പിന്നെ ആകെ അച്ചിമളിയും ഫ്ലൈറ്റ് ഒക്കെ ഉണ്ട് ഇങ്ങനെ ഫാൻ ഇടണ്ട വന്നിട്ടില്ല. പാത്രങ്ങൾ പോയിട്ട് കാറ്റടിച്ചിട്ടേ ചൂടില്ലേ. അതേപോലെ ഇതൊക്കെ ശരിക്കും പ്ലാൻഡ് ആണോ? എന്ത് കുട്ടികളുടേതാണോ? നമ്മൾ പ്രത്യേകിച്ച് പ്ലാനുകളൊന്നും ഉണ്ട്. ഒക്കെ ഇതേപോലെ ജീവിതത്തിലേക്ക് അങ്ങോട്ട് വന്ന് കയറലാണ്. ഇനി വരാതെ സൂക്ഷിക്കണം എന്നായിരിക്കും നല്ലത്. കുറച്ച് ദിവസത്തേക്ക്, കുറച്ച് കാലത്തേക്ക് ടൈം പീരീഡ്. ഞാൻ ആദ്യം 7 കുട്ടികൾ വേണം എന്നുള്ള ഒരു പ്ലാനിലായിരുന്നു. നിങ്ങൾക്ക് അവരെ കൊണ്ട് സാധിക്കും. അതെ, ചില സമയങ്ങളിൽ ഞാൻ തന്നെ കണ്ണാടി നോക്കി എന്നെ ബഹുമാനിക്കാറുണ്ട്. സകല കലയാണ്. പിന്നല്ലാണ്ട് ഇത് നിങ്ങള് അല്ല ഭയങ്കര അതായത് ഇങ്ങനെ മാത്രല്ല, ഒരു പ്രസവം എടുക്കാനും എടുക്കാനാണ്. അല്ലേ? സ്വന്തമായിട്ട് ഒരു ഹോസ്പിറ്റൽ കൂടി തുടങ്ങാൻ. ഞാൻ എടുത്ത പ്രസവമാണ്. അതെ, നിങ്ങളുടെ എല്ലാ സ്വഭാവവും ഞാൻ ആ കുഞ്ഞിന് കാണുന്നുണ്ട്. ഇവനാണ് കുറച്ച് ജഗലല്ലേ, ഉപ്പാന്റെ അതേ മോൻ. എല്ലാം കിട്ടുമല്ലോ, എല്ലാം. എങ്ങനെയായിരുന്നു ശരിക്കും ആ ഒരു സ്റ്റോറി? പ്രസവം എടുത്ത സ്റ്റോറിയാ സംഭവം. ആൾക്കാരെ കൊണ്ട് പ്രസവിപ്പിക്കാൻ പോസിബിൾ ആണ്, പക്ഷെ എടുക്കൽ അത്ര പോസിബിൾ അല്ല. അതും നിങ്ങളെ കൊണ്ട് തെളിയിച്ചു. അത് ഇതേപോലെ എന്താ, നമ്മൾ ഡേറ്റ് ആവണുള്ളൂ എന്നുള്ളൊരു സമയത്ത്, അപ്പൊ നമുക്ക് ഡേറ്റിംഗ് ഏകദേശം 15 ദിവസം ടൈം ഉണ്ട്. അപ്പൊ ആ ഒരു ധൈര്യത്തിൽ ഓള് ചെറിയൊരു പെയിൻ ഉണ്ട്. ഓള് ഇങ്ങനെ തറവാട്ടിലൊക്കെ പോയി വന്നപ്പോ അപ്പോൾ ഓള് പറഞ്ഞു ചെറിയൊരു പെയിൻ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു രാത്രി ആയപ്പോ പെയിന് നല്ലോണം പോവാന്ന് പറഞ്ഞു. അപ്പോൾ കാരണം കഴിഞ്ഞ പ്രാവശ്യം ഇവനെ പ്രസവിക്കാൻ പോയപ്പോ രാവിലെയാണ് പ്രസവിച്ചത്. രാത്രി ഫുള്ള് ഹോസ്പിറ്റലിൽ വെറുതെ കൊതുകുകടി കൊണ്ടിരിക്കുന്നു. അപ്പോൾ പറഞ്ഞു രാത്രി പോയാലും നഴ്സുമാർ പ്രസവം എടുക്കൂല, അപ്പൊ രാവിലെ പോയാൽ മതിയായിരുന്നു.
അങ്ങനെ പറഞ്ഞു എക്സ്പീരിയൻസ്ഡ് ആയല്ലോ അല്ലേ? അതെ. എല്ലാം അറിയാലോ. നേഴ്സുമാരുടെ സ്വഭാവം, ഡോക്ടർമാരുടെ അലംഭാവം, അതിനെ കുറിച്ചൊക്കെ ഒരു ധാരണ കിട്ടിയിട്ടുണ്ട്. ഹോസ്പിറ്റലിക്ക് കുട്ടികളെ അലൗഡ് അല്ല, കൊറോണ ടൈമിന്റെ ഇതിലായിരുന്നു. പിന്നെ വേർപിരിയാനുള്ള ഒരു ഇതുണ്ടായിരുന്നു. കാരണം ഇവരധികം എന്തില്ല വ്യത്യാസമില്ല. ഞാൻ ട്വിൻസ് ആണോന്ന് പെട്ടെന്ന് എനിക്ക് തോന്നി. അങ്ങനത്തെ രീതിയിലാണ് ഞാൻ അതൊക്കെ മാനേജ് ചെയ്ത് പോകുന്നത്. അതെ, എന്നാലും എന്നിട്ടും ഞാൻ നിർത്തുന്നില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് എനിക്ക് ഞാനോ അല്ല പുള്ളി. അപ്പോ ആ ഒരു സമയത്ത് അങ്ങനെയാണ് ഇത് ആ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ട, രാവിലെ പോയാൽ മതി എന്നുള്ളൊരു സംഭവത്തിലെത്തിയത്. ഓക്കെ, തീരുമാനം ഓളതാണ്. കാരണം പ്രസവിക്കാനുള്ള ഓളാണ്. ഓളെ കോൺഫിഡൻ്റ് ഉണ്ടെങ്കിൽ ഞാൻ നിൽക്കാമെന്ന് വിചാരിച്ചു. പിന്നെ രാത്രി 3 മണിയൊക്കെ ആയപ്പോൾ കൂക്കണം. അപ്പം ഞാൻ എന്തോ ഞങ്ങളവിടെ കുറുക്കന്മാർ കൂക്കലുണ്ട്. അപ്പം ഞാൻ അങ്ങനെ വല്ല സംഭവമാണ് എനിക്ക് നോക്കി പപ്പുള്ളു നീച്ചിട്ട് വയറൊക്കെ വേറെ പേരും കൂക്കല്. ഇന്നെ കൊണ്ടുപോയോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയോ, ഇന്നിവിടെ നോക്കാൻ ആരുമില്ല. അപ്പൊ ഞാൻ അങ്ങനെ ഓർക്കും എന്ത് ഇവിടെ പറയണെന്ന് വെച്ച്. അപ്പൊ അതുവരെ ഞങ്ങൾ പച്ച മലയാളത്തിൽ പറഞ്ഞാണ് പോവാൻ. അപ്പൊ ഓളൊരു മെയിനാല് പ്രസവിക്കാനുള്ള ഓളാണല്ലോ. അങ്ങനെ ഉണ്ടല്ലോ, പെണ്ണുങ്ങൾക്ക് ഒരു അഹങ്കാരമാണല്ലോ പ്രസവിക്കാൻ നേരത്ത്. എന്ത് പറഞ്ഞാലും അതങ്ങോട്ട് സമ്മതിച്ചു. പക്ഷെ നമ്മൾ കെയർ ചെയ്യും, നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ളൊരു. പക്ഷെ വേറെ ഞാൻ പെയിൻ എടുത്തപ്പോ എന്നോട് രാവിലെ 8 മണിക്ക് കുട്ടികളൊക്കെ കുളിപ്പിച്ച് സെറ്റ് ആക്കണം, എനിക്ക് ടൂർണമെന്റ് ഉണ്ട്, ഞാൻ അത് കഴിഞ്ഞ് വരാം. അങ്ങനെയല്ല, ഓള് പോണതിന് മുമ്പ് ഞാൻ നല്ല പ്ലെയർ ആണ്, അതെനിക്ക് മനസ്സിലായി. കേട്ടോ, ക്യാപ്റ്റനാണ് ഞാൻ ഫുട്ബോളിലെ. അപ്പൊ ഞാൻ ഉണ്ടെങ്കിൽ ആ ടീമിന് നമ്മളെ നാടിന്റെ അഭിമാനം കാത്ത് സംരക്ഷിക്കണം. അപ്പൊ തലേന്ന് തന്നെ ഞാൻ പറഞ്ഞു എന്റെ വൈഫിന്റെ ഡേറ്റ് ആണ്. അപ്പൊ ഇവര് നാട്ടിലൊരു മീറ്റിംഗ് ഒക്കെ കൂടി അതിന്റെ ഇടയിൽ ഇതിനെ പറ്റി പ്രസംഗിച്ചൊക്കെ ചെയ്തു. അതായത് വൈഫിന്റെ ഡെലിവറി വരെ ഇതാക്കിയിട്ട് നമുക്ക് വേണ്ടിട്ട് നമ്മുടെ നാടിന് വേണ്ടി എന്നൊക്കെ പറഞ്ഞാണ്ട് ഒരു പുകഴ്ത്തി. പിന്നെ എനിക്ക് ഇവിടെ കൊണ്ടുപോയി എന്റെ മാനം പോയി. അപ്പൊ ഞാൻ ഫുട്ബോളിന് അവിടെ ഞാൻ പറഞ്ഞു ഈ കുട്ടികളൊക്കെ ഒരുക്കി വെച്ചു. അപ്പോഴത്തേന് 5 മണിക്ക് തുടങ്ങും ടൂർണമെന്റ്. ഇന്റെ 2 കളി കഴിച്ച് ഞാൻ അങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ പ്ലാൻ ചെയ്ത്. പക്ഷെ അതൊന്നും നിൽക്കാതെ ഈ 3 മണിക്ക് തന്നെ പെട്ടെന്ന് ഇങ്ങനെ ഒരു കൂക്കി വിളിയും ആർപ്പ് വിളിയൊക്കെ ആയിട്ട് വേഗം പെട്ടിയൊന്നും എടുത്തില്ല, പാക്ക് ചെയ്ത സംഭവങ്ങളൊന്നും എടുത്തില്ല. ഓള് വേഗം വണ്ടി കയറി. അതിൽ ഉമ്മ ഉണ്ടേനു. ഇപ്പൊ ബാപ്പയും ഉമ്മയും എണീറ്റ് പെട്ടെന്ന് ഇങ്ങനെ കണ്ടപ്പോ പിന്നെ വാപ്പ ഉമ്മ നിസ്കരിക്കട്ടെ എന്നെന്തോ പറഞ്ഞു. ഞാൻ പറഞ്ഞു നിസ്കരിച്ചിട്ട് ആക്കുമ്പോലെ അതിലുമ്മ പിന്നെ ഓടിക്കയറി. പിന്നെ ഞങ്ങൾ ഇതേപോലെ രണ്ടും കൽപ്പിച്ച് പോയില്ലേ. എന്നിട്ട് പിന്നെ ഒരു 1 കിലോമീറ്റർ ഒക്കെ ആയപ്പോഴേ ഇത് അയക്കണെന്ന് ഇവർക്കും അറിയില്ലായിരുന്നോ? നിങ്ങൾക്ക് തോന്നിയിരുന്നോ? നിങ്ങൾക്ക് ഏകദേശം സ്റ്റെപ്പ് ഇറങ്ങിയപ്പോഴൊക്കെ ഇവർക്ക് സീരിയസ് ആണ്. എനിക്ക് കുറച്ചൊക്കെ മനസ്സിലായി. കാക്കുവിന് ഓൾറെഡി ഏകദേശം മനസ്സിലാവുമല്ലോ. പിന്നെ നിങ്ങൾക്ക് ഇനി മനസ്സിലാവും. നിസ്സഹായാവസ്ഥ ആവുമ്പോ നമുക്ക് മനസ്സിലാവുമല്ലോ. ഓക്ക് അതിന്റെ സീരിയസ്നെസ് മനസ്സിലായിട്ടുണ്ട്. എനിക്കും അറിയാം. അപ്പൊ പിന്നെ വാട്ടർ ബ്രേക്ക് ആയിട്ടാണ് നമ്മള് ഹോസ്പിറ്റലിലേക്ക് പോണത്. ഓളെ നിസ്സഹായാവസ്ഥ കാണുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ. പക്ഷെ ബാപ്പാക്കും ഉമ്മാക്കൊന്നും വല്ലാതെ മനസ്സിലായിട്ടില്ല ഇത്ര സീരിയസ് ആണെന്നുള്ളത്. ഉമ്മ നിസ്കരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞപ്പോ അതായത് ടൈം ഉണ്ടല്ലോ എന്നില്ല, ഡേറ്റ് ആയിട്ടില്ലല്ലോ എന്നില്ല. പിന്നെ രണ്ടും കൽപ്പിച്ച് ഞാനൊക്കെ ഇവരോടൊക്കെ ചൂടായി വേഗം വണ്ടി കയറ്റി കൊണ്ടുപോയി. പിന്നെ ഒരു 1 കിലോമീറ്റർ ഒക്കെ കഴിഞ്ഞപ്പോഴാണ് ഇതേപോലെ പറ്റ പിടുത്തം കിട്ടുമെന്ന് മനസ്സിലായത്. കാരണം എനിക്ക് മനസ്സിലായി ഹോസ്പിറ്റലിലേക്ക് എത്തൂല എന്ന് മനസ്സിലായി. കാരണം നമ്മള് പ്രസവത്തിന് മുമ്പ് കണ്ടിട്ടൊന്നും ഇല്ലെങ്കിലും ഇതിന്റെ ഒരു എക്സ്ട്രീം ലെവലിൽ എത്തിയിട്ടുണ്ട് എന്നുള്ള മനസ്സിലായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ മുഹൂർത്തം സംഭവിക്കുന്നത്. ഇവന്റെ ഉമ്മ ഇവളെ കരച്ചിലാണ്ടിട്ട് ഉമ്മ അതിന്റെ മുന്നേ ഒക്കെ പറഞ്ഞു എന്ത് ആദ്യമൊക്കെ ഞങ്ങളൊക്കെ ഇങ്ങനെ തന്നെ പ്രസവിച്ചത്. അതായത് ഓളെ ആശ്വസിപ്പിക്കാണ്. ആ ഒരു ധൈര്യം എന്തായാലും ഹോസ്പിറ്റലിലേക്ക് ഡോക്ടർമാരെല്ലാം പ്രസവം എടുക്കണം, ഉമ്മക്ക് എന്ത് ഡയലോഗ് അടിക്കാലോ എന്നുള്ള നിലക്കാണ് ഉമ്മ സമാധാനിപ്പിക്കണേ. കരച്ചിലിനൊന്ന് ആശ്വാസം കിട്ടി. പക്ഷെ കുറച്ചങ്ങോട്ട് 2 ഹമ്പും കൂടി ചാടിയപ്പോഴേക്ക് കഴിഞ്ഞു ഏകദേശം. പിന്നെ എനിക്ക് മനസ്സിലായി. കാരണം എനിക്ക് പറ്റുള്ള ഇത് അബ്നോർമൽ ലെവലിലേക്ക് പോകുന്നു തോന്നിയപ്പോ ഞാൻ വണ്ടി സൈഡാക്കി. രണ്ടും കൽപ്പി ഹോസ്പിറ്റലിലേക്ക് എന്തായാലും എത്തൂല എന്ന് പറഞ്ഞു. അതിന് ഉമ്മ കരച്ചിൽ തുടങ്ങി. ഇന്നെന്താ കാട്ടണ്ടേ? അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളെല്ലാം ഉമ്മ അതൊക്കെ അറിയും പറഞ്ഞ ഡയലോഗ് അടിച്ചിട്ട് ഇവളാർക്കാണ് കരച്ചിലൊന്നുമല്ല പൂക്ക എന്നൊക്കെ പറയില്ലേ. രാത്രി 3 മണിക്കാണ്
അതിന് ഞാൻ ഒരു റോഡ് സൈഡിലേക്ക് വണ്ടി കയറ്റിയിട്ട് ഞാൻ എന്ത് ചെയ്തു, കാറിന്റെ സീറ്റ് ഇങ്ങനെ കിടത്തിയിട്ട് പിന്നെ ജസ്റ്റ് ഇത് ഹോൾഡ് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് നോക്കി എന്താ സംഭവം എന്നില്ലേ. അപ്പൊ ഒരു കറുപ്പ് ഇതിങ്ങനെ കാണുന്നുണ്ട്. അപ്പൊ അത് കുട്ടിയുടെ മുടിന്റെ ഈ തലയുടെ ഭാഗമാണ്. ഞാൻ എന്ത് സാധനം കരുതി, കാരണം ഇത് കറുപ്പ് ഇങ്ങനെ ഇത് കാണല്ലേ. കുട്ടിയാണെന്ന് എനിക്കറിയാം. നമ്മള് കുട്ടി അറിയുമ്പോ എന്ത് പ്രതീക്ഷിക്കണ കയ്യും കാലൊക്കെ ഉള്ളത് അതെനിക്കറിയില്ല. കറുപ്പ് നിറം എനിക്കുണ്ടായ കുട്ടി എന്താ ഇങ്ങനെ അതല്ല ഞാൻ എന്താ ചോദിച്ചാല് നമ്മള് സിനിമയിലൊക്കെ കാണുമായിരുന്നു അല്ലേ, ഇതൊക്കെയാണ് കുട്ടിച്ചാട്ടം പോലത്തെ അങ്ങനെയല്ല. അല്ല എന്റെ സത്യത്തിൽ അപ്പന്റെ മനസ്സിൽ അങ്ങനെയൊക്കെ തോന്നി. അത്ര കറുപ്പുള്ളൊരു സംഭവം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അതായത് നമ്മള് നിറത്തിനെ ഇത് പറഞ്ഞത് അതല്ല ചെയ്യണത്. അതായത് ഈ ഒരു ഹെയറിന്റെ കളറിലെ ഒരു കറുപ്പ് പോലെ അതേപോലെ ഒരു രോമൊക്കെ ഉള്ള ഒരു സാധനം തലയാണ് വരിക. അത് എനിക്ക് പിന്നീടാണ് അന്ന് എനിക്ക് മനസ്സിലായത്. പഠിക്കാനുണ്ട് ഇതില്. അത് ഞാൻ അങ്ങനെയുണ്ട്. പിന്നെ അത് മുൻകൂട്ടി പ്ലാൻ ചെയ്ത പരിപാടിയല്ലല്ലോ. ഇവിടെ എത്തുമ്പോ പ്രസവിക്കണം അങ്ങനെയല്ലല്ലോ. അപ്രതീക്ഷിതമായിട്ട് പിന്നെ എന്താ വെച്ചാല് പടച്ചോനെ നമുക്ക് അപ്പൊരു മെന്റൽ പവർ തരും എന്നുള്ള വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഏത് സാഹചര്യത്തിലും എനിക്കത് ഓവർകം ചെയ്യാനുള്ളൊരു അത് എനിക്ക് ഭയങ്കര പേടിയാണ്. ഇപ്പൊ കുട്ടികൾ പേടി പറഞ്ഞാൽ ഇവിടേക്ക് എനിക്ക് ഭയങ്കര പേടി. സ്റ്റിച്ച് ഇടാനൊക്കെ ഭയങ്കര പേടി, കൊടുക്കാനൊക്കെ അതിനൊക്കെ ഭയങ്കര പേടിയാണ്. ബ്ലഡ് കാണും. അങ്ങനെ പേടിയായിട്ടല്ല, അപ്പൊ നമ്മള് ചില കാര്യത്തിലൊക്കെ നമ്മൾ ഐഡിയ ഇത് ഞാൻ പിടിച്ചെടുക്കൂല പറഞ്ഞാല് ഇവരാരെയൊക്കെ പോയി പിടിച്ചെടുത്താൽ തുന്നൽ കൊണ്ടുവരും. ഇവർക്ക് പറഞ്ഞാല് ആഴ്ചയിൽ എനിക്ക് ഹോസ്പിറ്റലിൽ പറ്റാണ്. അതായത് എന്തായാലും ആഴ്ചയിൽ ഇവന്റെ ഒരു തുന്നുണ്ട്. അപ്പൊ ഇവന്റെ ലേറ്റസ്റ്റ് കട്ടിങ് ഇവിടെയാണ്. അതെ ഇവന്റെ മുടി ഇപ്പൊ മുന്നിൽ വെട്ടി കണ്ടോ, മുന്നിൽ മുടി കുറവല്ലേ, ഇതൊക്കെ തുന്നിട്ടതാണ് വെട്ടിയിട്ട്. ഇതാ ഇവിടെയൊക്കെ കണ്ടോ പാടുകള്. ഇവന്റെ കാലിന് സ്റ്റിച്ച് എടുത്തപ്പോ കഴിഞ്ഞ ആഴ്ച ഡോക്ടർ തന്നെ പറയും ഇത് മൂനിക്കലിന്റെ പറ്റില്ല എഴുതിക്കളോട്ടോ പറയും. കാരണം അതൊക്കെ ഇതൊക്കെ കണ്ടോ കാലിന്റെ തുന്ന കിട്ടിയതാ, ആകെ തുന്നി. ഇത് എന്നിട്ട് തുന്നാനായിട്ട് നമ്മളൊരു മെനക്കെടണം. അപ്പൊ ഞാൻ അത് ഇന്നലെ എന്താന്നും കൂടി അറിയില്ല. ഇതൊക്കെ ഇതിന് റിക്കവറി ആയി കിട്ടിക്കഴിഞ്ഞാല് നല്ലൊരു ഭാഗ്യാണ്. തല കണ്ടു എന്റെ മക്കളെ. അപ്പോ അങ്ങനത്തെ ഒരു അവസ്ഥയിന്നാണ് ഈ. അതുകൊണ്ടാണ് എനിക്ക് ബ്ലഡ് പേടിയായിട്ടല്ല. നമ്മൾ ഈ ഒരു സംഭവത്തിൽ ജീവിക്കുമ്പോ കുറച്ച് സംഭവങ്ങളൊക്കെ നമ്മൾ ഐഡിയപരമായിട്ട് കൈകാര്യം ചെയ്യണം. മടിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പേടിയായിട്ട് അഭിനയിക്കേണ്ടി വരും. പേടിയുള്ള കാര്യം മടിയായിട്ട് അഭിനയിക്കേണ്ടി വരും. ഇതൊക്കെ അഡ്ജസ്റ്റ് ആ ഒരു സമയത്ത്. പക്ഷെ എനിക്ക് ഇവിടെ പ്രസവം വന്ന സമയത്ത് കാരണം ഇതിന് ഞാനേ ഉള്ളൂ എന്നല്ലേ മറ്റേ നമുക്കുണ്ടല്ലോ താങ്ങാൻ ആളുള്ളവനെ തളരുള്ളൂ പറഞ്ഞ പോലെ ഇവിടെ ആരും ഇല്ല താങ്ങാന്. ഞാനേ താങ്ങണം. കാരണം ഉമ്മയും ഇവളൊക്കെ പറഞ്ഞാല് നമ്മളാണ് വിളിക്കുന്നത്. അതില് ഞാൻ കുട്ടീനെ പതുക്കെ ഇങ്ങനെ അതിൽ ഉമ്മയും തന്നെ ഇങ്ങനെ കുറച്ചൊക്കെ കൂടി തന്ന് ഉമ്മയും ഞാനും ഇങ്ങനെ. അപ്പോഴത്തേനും ഉമ്മാരെ കരച്ചിലൊക്കെ മാറും. ഉമ്മാക്ക് മനസ്സിലായത് പ്രസവം നടക്കുകയാണെന്ന്. ശരിക്കും കുഞ്ഞ് വരുന്ന എടുക്കുന്നത്. എനിക്ക് ഇതുവരെ ഒരു ഗൈനക് ഡോക്ടറെ ഇന്റർവ്യൂ ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് ഞാൻ ഇവിടെ തീർക്കുകയാണ്. അതിങ്ങനെ വരുന്നു. അപ്പൊ നമ്മള് എടുത്ത് പുറത്തേക്ക് വെക്കണോ അല്ലെങ്കിൽ പുഷ് ചെയ്തു. പക്ഷെ നമ്മള് സിസ്റ്റർമാരൊക്കെ ഉണ്ട് ഒരു വയറിലൊക്കെ കേറി ഇരിക്കലും. അല്ല അത് എല്ലാവരും ചെയ്യൂല. റിസ്കി കുറച്ച് കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ നല്ല എന്താ പുഷ് ചെയ്യാനും പ്രഷർ കൊടുക്കാനൊക്കെ പറയും. ഒരു ടൈം കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് ഇത് പോവുമല്ലോ. പിന്നെ അത് ഇങ്ങോട്ടേക്ക് വരിക തന്നെയാണല്ലോ ചെയ്യാ. ഇതെന്തായാലും വയറിന്റെ വെറുതെ ഹോസ്പിറ്റലിൽ പോയി സമയം കളഞ്ഞ്. വെരി സിമ്പിൾ. എന്നിട്ട് പക്ഷെ ഇതെന്താ അറിയോ, ഇത് നമുക്കൊരു ടാസ്ക് ആയതുകൊണ്ടല്ല, ആ ഒരു സാഹചര്യത്തിനാണ് നമ്മൾ ആ ഹോസ്പിറ്റലിൽ പൈസ കൊടുക്കുന്നത്. ആ ഒരു സാഹചര്യം കൈകാര്യം ചെയ്യാനാണ് നമ്മൾ ഇവർക്ക് പൈസ കൊടുക്കുന്നത് ഹോസ്പിറ്റലിൽ. സംഗതി ഉള്ളിലായ സാധനം പുറത്തേക്ക് എന്തായാലും പടച്ചോനെ എത്തിക്കും, അത് ഗ്യാരണ്ടിയാ. പക്ഷെ വലിച്ചിട്ടൊന്നുമില്ല, പതുക്കെ ഇങ്ങനെ താങ്ങി ഇങ്ങനെ പുറത്തേക്ക് വന്ന്. അപ്പൊ ഇതേപോലെ ഇതിന്റെ സാധനമൊക്കെ ഇതൊക്കെ അപ്പൊ ഇത് ശരിക്കും ഹോസ്പിറ്റലിലാണെങ്കിൽ ഇതൊക്കെ ഭയങ്കര സംഭവിക്കാരം. പൊക്കിൾ കൂടി ചുറ്റിയിട്ടുണ്ട്, ICU ഇടണം എന്നൊക്കെ പറയും. ഞാൻ എന്താ വെച്ചാല് നമ്മളിങ്ങനെ കുട്ടീനെ രണ്ട് കറക്കലാണ് കറക്കി കഴുത്തുകൂടെ ചുറ്റിനതേ. അപ്പൊ നമ്മൾ ഈ അയലുമെന്നൊക്കെ തുണി എടുക്കുമല്ലോ ഇങ്ങനെ കാട്ടിട്ട്, അതേപോലെ രണ്ട് ചുറ്റില കിട്ടിയപ്പോ ഇത് കെട്ടയിന്.
ശരി, ഉമ്മ പറഞ്ഞ പോലെ പണ്ടിപ്പൊന്നും ഉണ്ടായിട്ടല്ലല്ലോ അല്ലേ? അതെ. എന്നിട്ട് പിന്നെ ഇങ്ങനെ കുട്ടീനെ കുറച്ചാലും ഉമ്മ വേഗം ഒരു തുണിയൊക്കെ എടുത്ത് ഉമ്മാന്റെ ഷാള് ഞാൻ ഷാൾ ഇടാതെയാണ് വണ്ടിയിൽ ഞാൻ പെയിനിന്റെ അതിൽ ഇപ്പൊ ഷാളൊന്നും ഇട്ടില്ലാണ്. അപ്പൊ ഞാൻ ഇപ്പനോട് ചൂടായി, എനിക്ക് ഷാളൊന്നും വാങ്ങണ്ടായിരുന്നു. പക്ഷെ ഉമ്മാന്റെ കയ്യിൽ ഇപ്പൊ എനിക്കൊരു ഷാൾ കൊടുത്തിരുന്നു, ഞാൻ ഇട്ടില്ലേന്നു, വണ്ടിയിൽ വെച്ചിനി. ആ ഷാൾ കൊണ്ടാണ് പിന്നെ കുട്ടിനെ ക്ലീൻ ചെയ്തതൊക്കെ. ജസ്റ്റ് ഒന്ന് അപ്പൊ എന്നിട്ട് ആ ടൈമിൽ അപ്പത്തേക്ക് നിങ്ങൾക്ക് ഒരു കുഞ്ഞും ഉണ്ടായി, ആ പ്രസവവും എടുത്ത്. പക്ഷെ കുഞ്ഞുണ്ടായ സന്തോഷം എനിക്ക് സത്യം പറഞ്ഞാല് കുട്ടി ഏത് കുട്ടിയൊന്നും നോക്കിയോ? ഇല്ല, ഒന്നും നോക്കിയിട്ടില്ല. കുട്ടി നോക്കണത് നമ്മള് എന്നിട്ട് വേറെ ഇതെന്താ വെച്ചാല് നേരെ ഞങ്ങള് പോയി വണ്ടി കൊണ്ട് ഹോസ്പിറ്റലിൽ അർജന്റായിട്ട് പോകണം. കാരണം ഇതെന്തായി ഞാൻ എന്താ വെച്ചാല് ഒന്നുകിൽ കുട്ടി അല്ലെങ്കിൽ ഇവള് രണ്ടിലൊന്നേ ബാക്കിയാവുള്ളൂ എന്നുള്ളൊരു സ്റ്റേജിലാണ് ഞാൻ. ആ ഒരു കണ്ടീഷൻ ഞാൻ വിട്ടിട്ടൊന്നുമില്ല, സേഫ് സോണിൽ എത്തിയിട്ടില്ല ഞാൻ. എന്നിട്ട് ഞങ്ങൾ നേരെ പോയി, അതിൽ ഗേറ്റ് അടവും കുടുങ്ങി, ട്രെയിൻ ഉണ്ട്. അപ്പോ ആ സമയത്ത് നമുക്ക് ചിലര് പറയുന്നത് കേട്ടിട്ടുണ്ട് ഡെലിവറി റൂമിലേക്ക് കൊണ്ടുപോയിട്ട് ഭർത്താവ് തല ഇറങ്ങി വീഴുന്നൊക്കെ. അപ്പൊ അങ്ങനെ ഒന്നും ഇല്ല. തല ഞാൻ പറഞ്ഞില്ലേ, ഇത് ആ സാഹചര്യത്തില് പടച്ചോന് എന്റെ മേത്ത് കൂടെ ഒന്നും തോന്നിയില്ല അല്ലെ? ഒരു ധൈര്യം മാത്രം. അതാ പറഞ്ഞത്, നമ്മള് ആ സമയത്ത് പടച്ചോനെ ഇപ്പൊ നേരിട്ട് വന്നുകൊണ്ട് ഇത് ചെയ്തു കൊടുക്കാൻ പറ്റൂലല്ലോ. അപ്പൊ ഇവിടെ ഹെൽപ്പ് ചെയ്യാന്നുള്ളത് ഇന്നിലൂടെ മാത്രമേ അവിടെ പറ്റുള്ളൂ. അപ്പൊ അത് ഇന്നിലൂടെ പടച്ചോൻ അങ്ങോട്ട് നികത്തി എന്നുള്ളൂ. പിന്നെ നേരെ പോയി ഗേറ്റ് അടവിലും കുടുങ്ങി. അവിടെ 15 മിനിറ്റ് വെയിറ്റിങ്. അതായത് പ്രസവിച്ച കുട്ടി കയ്യില്, പ്രസവിച്ച് കിടക്കുന്ന ഭാര്യ വേറൊരു കയ്യില് കട്ട് ചെയ്യണം. ശരിക്കും ഇത്ര സമയത്തിനുള്ളിൽ പൊക്കിൾക്കൊടി വെട്ടണം എന്നാ. അങ്ങനെയൊക്കെ ഉണ്ടല്ലേ? അത് ചെയ്തിട്ടില്ല. നമ്മള് പ്ലാസന്റ ചിലവർക്ക് അത് പുറത്തേക്ക് എടുക്കേണ്ട സംഭവമാണല്ലോ. വെള്ളം അവിടെ പൈപ്പ് പോയി കുടിച്ചോ. എന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ട്രെയിനിന്റെ അപ്പോഴൊക്കെ നിങ്ങളൊരു അവസ്ഥ എന്താ? കാരണം ഞങ്ങള് പ്രസവം കഴിഞ്ഞ് നമുക്കൊരു റിലീഫാണ് ആ ടൈമിൽ ഫീൽ ചെയ്യുക. അപ്പൊ എന്താ തോന്നുന്നത് ആ ഒരു ടൈമില്? പ്രസവം കഴിഞ്ഞ് പക്ഷെ കുട്ടി കരഞ്ഞില്ലേ ആ ടൈമിലൊന്നും? കുട്ടി കരഞ്ഞിട്ടില്ല, കഴിഞ്ഞേക്ക് കുട്ടി എന്താന്ന് അറിഞ്ഞിട്ടില്ല. നിങ്ങൾ നോക്കിയില്ല? വണ്ടിയിൽ ഇട്ടാണ് രാവിലെ 3 മണിയാണ്. പിന്നെ അങ്ങനത്തെ ഒരു സ്റ്റേജ് അല്ല. കുട്ടി എന്ത് കുട്ടിയാണെന്ന് നോക്കാൻ കരയണില്ലാന്ന് കണ്ടപ്പോ പിന്നെ ആകെ ബേജാറായി. കുട്ടി കരയണില്ലല്ലോ. പിന്നെ ആ ഞാൻ അവിടെ റെയിൽവേ സ്റ്റേഷൻ ട്രെയിനിന്റെ ഇയാളോട് പോയിട്ട് ഇങ്ങനെ പറഞ്ഞു, വൈഫ് ഇങ്ങനെ പ്രസവിച്ചിട്ടുണ്ട്, എമർജൻസി കണ്ടീഷനാണ്, ഒന്ന് പൊക്കി തരുമോ ചോദിച്ചു. കാരണം 20 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. ഓല് പറഞ്ഞു ഞങ്ങൾക്ക് തുറക്കാനുള്ള അധികാരമില്ല, ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ളതാണ്, ഒന്നും ചെയ്യാൻ പറ്റൂല, ഇത് ഗേറ്റ് അടവിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്നൊക്കെ പറഞ്ഞു. പിന്നെ അവിടെ വെയിറ്റ് ചെയ്ത് കുറെ നേരം നിന്ന്. ആ സമയത്താണ് ട്രെയിന് പോയപ്പോഴാണ് നമ്മള് ഫസ്റ്റ് കരയണ അല്ലേ? അതടക്കം മാറും. അതിൽ ഇവളിങ്ങനെ പൊക്കി പിടിച്ചപ്പോ കണ്ണ് തുറന്നുകാണ്ട് ഇങ്ങനെ നോക്കി ചിരിച്ച് ഒരു ചിരി ഇങ്ങനെ വന്നു. അപ്പൊ ഒരു ഹാപ്പിനെസ് ഇത് ഫീൽ ചെയ്തു. അതായത് ആ ഒരു സ്റ്റേജിൽ നിന്ന് ഞങ്ങള് റിക്കവറി ആയത് ആ ഒരു കുഞ്ഞിന്റെ ആ ഒരു ട്രെയിൻ പോയ ശബ്ദം കേട്ടപ്പോഴാണ് മോനും എനിക്ക് തോന്നുന്നത് അവർക്ക് എന്തെങ്കിലും സൗണ്ട് എന്തെങ്കിലും കിട്ടി കാണും. എന്നിട്ട് ഹോസ്പിറ്റലിൽ പോകുമ്പോഴേക്ക് നിങ്ങൾ പറഞ്ഞോ പ്രസവമൊക്കെ കഴിഞ്ഞു, ഇവിടെ ചടങ്ങിന് വന്നതാ? ഹോസ്പിറ്റലിൽ പോയപ്പോ പിന്നെ അവിടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആ സമയത്ത് വന്നത് എന്താ വെച്ചാൽ ഒരു പ്രശ്നം, ഇവിടെ പൊക്കിൾക്കൊടി കട്ട് ചെയ്തിട്ടില്ല. അപ്പൊ പൊക്കിൾക്കൊടി ഇങ്ങനെ നിൽക്കുമ്പോ ഡ്രസ്സിംഗ് ഒക്കെ പൊക്കിയിട്ട് വേണം ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ, കാരണം വസ്ത്രം ക്ലിയർ അല്ലല്ലോ. അപ്പൊ പിന്നെ വേറൊരു ഓപ്ഷൻ ഇല്ല, കാരണം കുട്ടീനെ ഇങ്ങനെ പിടിക്കും വേണം. അപ്പൊ പിന്നെയുള്ള ആകെയുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാല് ഞാൻ തുണി എടുത്തിരുന്നത്, പക്ഷെ അതിന്റെ അടിയിലൊന്നും ഇട്ടുകൊണ്ടോ എന്റെ തുണി എടുത്തിട്ട് വേണം ഓളെ മൂടണമെങ്കിൽ. ഫുള്ള് ടാസ്കാ. അപ്പൊ ട്രൗസർ ഇട്ടുണ്ട്, പക്ഷെ ട്രൗസറിന് കീറലുണ്ട്. ശ്രദ്ധിക്കണ്ടേ ഈ എമർജൻസി കണ്ടീഷനിൽ അത് കീറൽ തുന്നാൻ കീറലാണ് ഇങ്ങനെയൊക്കെ അയക്കുന്ന എന്താ. അപ്പൊ ഞാൻ തുണി ഇങ്ങനെ അടച്ച് എന്നിട്ട് ഓളെങ്ങനെ മൂടി കുഞ്ഞിനെ ഞാൻ ഓളെങ്ങനെയാണ് മൂടി എന്നിട്ട് തുണി ഇങ്ങനെ ഇതാക്കിട്ട് ഓളെ സ്ട്രക്ചർക്കാണ് ഇരുത്തി. ഞാൻ ഇങ്ങനെ ട്രൗസർ ട്രൗസർ ഇങ്ങനെ പിടിച്ചിട്ട് എന്തിനിങ്ങനെ നടക്കണ പോലെ നടന്ന് ഹോസ്പിറ്റലിൽ കൂടെ. അങ്ങനത്തെ ഒരു രീതി. അതായത് നമ്മൾ അത്രയും ഞാൻ വെക്കും വേണ്ടിട്ട് ത്യാഗങ്ങൾ സഹിച്ച് സഹിക്കണം. ഞാൻ റെഡിയാണ്, ഞാൻ എന്തിനും റെഡിയാണ്. അത് വെക്കാൻ പറ്റാത്ത ഇവിടെ മലപ്പുറം ഞാൻ പറയണം, ഇവള് പറയണെന്നിട്ട് നിങ്ങളെ നേഴ്സുമാരുടെ അടി കൂടെ കീറ ട്രൗസർ
ഇവക്ക് ഓരോ അഭിപ്രായം സംരക്ഷിച്ചില്ല. ഇതൊരു പടത്തില് കൊച്ചിനീപ്പുണ്ടല്ലോ ഇങ്ങനെ പിടിച്ചു നിൽക്കണം, അങ്ങനത്തെ അവസ്ഥയിൽ ഞാൻ പോയത്. തിളക്കത്തിലേക്ക് ഇറച്ചി കോഴികൾ തുണി ഉരിമ്പള് ഞാൻ അത് കീറി ട്രൗസർ ഇട്ടിട്ട് ഇങ്ങനെ പിടിച്ചിട്ടാണ് നടക്കണത്. എന്നിട്ട് അപ്പോഴും ഓളെ പൊസസീവ്നെസ് പറഞ്ഞേ ഇവിടെ ഇതില് കയറ്റി ഓളം കുട്ടി അങ്ങനെ ഹോസ്പിറ്റലിലേക്കും പോയി. എന്നിട്ട് പിന്നെ അപ്പൊ ഡോക്ടർ ചോദിച്ചു എന്താണ് ചോദിച്ചു, ലേബർ നമുക്ക് പ്രസവത്തിനാണ്. അപ്പൊ വേദന എടുത്തിട്ടാണ് വന്നു ചോദിച്ചു. അല്ല പ്രസവിച്ചു കുട്ടിന്റെ കയ്യിലായിരുന്നു പ്രസവിച്ചു. അപ്പൊ ആരും ഡോക്ടർ അത് ഞങ്ങളെ ഡോക്ടർ MBBS MD എന്നൊക്കെ അത് ഡോക്ടർ തെണ്ടിയാണ് ഓരോ ബിസിനസ് കളയല്ലേ. അതില് വേഗം ഉള്ളിൽ കയറ്റി ഭയങ്കര ഇവര് അവിടെ എത്തിയപ്പോ സംഭവമൊക്കെ ഭയങ്കര സംഭവം. ഞാൻ അത് ഈസി ആയിട്ട് കൊണ്ടുവന്നു കൊടുത്ത സാധനം അതിലവര് കൊണ്ടുപോയി. അത് ഞാൻ പിന്നെ എനിക്ക് ധൈര്യമായല്ലോ അവിടെ എത്തിച്ച്. പക്ഷെ നിങ്ങളുടെ സ്ഥാനത്ത് വേറൊരാളാണെങ്കിൽ പിന്നെ ഇതിനെ പറ്റി ചിന്തിക്ക പോലും ഇല്ല. അപ്പൊ നമുക്ക് ഒന്നും കൂടി ഒരു ആവേശം വന്ന് ഇത് സിമ്പിളും ആണ് സാധനം അല്ലേ. അതെ. പക്ഷെ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ലേബർ റൂം കയറ്റിട്ട് ഞാൻ പിന്നെ അവിടുന്ന് പോകുന്നു. എനിക്ക് ടൂർണമെന്റ് ഉണ്ടായിരുന്നു. ഞാൻ പറയാം എന്റെ ഒരു നാട് മൊത്തം അതില് ഞാൻ നേരെ പോയി. അപ്പൊ ഇവരൊക്കെ ഗാലറിയിലൊക്കെ ആളൊക്കെ കൂടിയിട്ട് ഭയങ്കരമായിട്ട് വെയിറ്റിംഗിലാ. എന്നെ കാത്തിരിക്കാണ് എന്റെ നാട്. പക്ഷെ ഓൽക്ക് അറിയില്ല ഞാൻ എന്ത് സമ്മർദ്ദം എന്ത് സംഭവം ചെയ്തിട്ടാണ് വരുന്നതെന്ന് അറിയില്ല. ഒരെന്നോട് നേരം വൈകി എന്താ ഇങ്ങനെ അതിൽ ഏത് ആ ഗാലറിയിൽ ഇട്ട ഒരാളെ പെണ്ണുങ്ങളോ ആരെങ്കിലും ഇങ്ങനത്തെ ഒരു സന്ദർഭത്തിലാണ് ഒരാൾ കളിക്കുന്നുണ്ടാവില്ല. പക്ഷെ ഞാൻ അവിടെ എത്തി. ഞാൻ ഇവക്ക് കൊടുക്കണം വിചാരിച്ച അവാർഡ് നിങ്ങളിലേക്ക് തരുന്നു. അതല്ലേ വാക്ക് എന്ന് പറഞ്ഞ സംഭവം അതാണ്. അതിൽ നിങ്ങൾ മനസ്സിലാക്കും. ഞാൻ ഇപ്പൊ ഇന്ന് ഇന്റർവ്യൂ പറ്റൂല എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊണ്ടുപോയി ഇന്നിപ്പോ ഞാൻ അവള് അങ്ങോട്ട് തന്നെ പോകും. 40 കിലോമീറ്ററിന്റെ ഓളെ വീട്ടിക്ക്. ഇത് കഴിഞ്ഞാൽ അവള് പോകും. പക്ഷെ ഞങ്ങൾക്ക് തന്ന വാക്ക് അതാണ്. ഞാൻ മൊയ്തീന്റെ ഒരു ഞാൻ എല്ലാ ഇന്റർവ്യൂലും ഓളെ സ്കോർ ചെയ്യുന്നു. എന്നിട്ട് ഓക്കെ നമ്മൾ ഡെലിവറി എടുക്കുന്നു കാര്യങ്ങൾ, എന്നിട്ട് ടൂർണമെന്റിന് പോകുന്നു കളി തോൽക്കുന്നു. ഞാൻ എന്റെ മെന്റലി ഞാന് എന്റെ ആ ഒരു വീക്ക് അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിന്നാണ് വരുന്നത്. പക്ഷെ എനിക്ക് ആ തോറ്റാലും ഞാൻ അന്ന് അവിടെ കളിക്കെത്തി എന്നുള്ളത്. ഞാൻ ബൂട്ട് കെട്ടി, ഞങ്ങളെ നാടിന് വേണ്ടി ഞാൻ ബൂട്ട് അണിഞ്ഞു. എടാ ശബ്ദം ഉണ്ടാക്കല്ലേ, ഇത് ഇങ്ങനെ മാക്സിമം എടായി ഒന്ന് പൊക്കി കൊണ്ടുവന്നിട്ടെ. അതാ കരയുന്നത്, ഒന്ന് കരയുന്നതാ, അതിന്റെ കണ്ണടിച്ചു പൊടിച്ചായി. ഇത് ശരിക്കും എങ്ങനെയൊക്കെ വരുമ്പോ എങ്ങനെ മാനേജ് ചെയ്യാ? ഇതങ്ങനെ പോവാണ്, ഒരു ട്രാക്കിൽ ഇങ്ങനെ പോവാണ്. ഇവരെന്നെ തന്നെ വളർന്നോളൂ അല്ലേ, അതാ വരുന്നത്. എന്തായി അതാ ഒന്നത് ചാടണ്. അല്ല ഞാൻ ചോദിക്കട്ടെ, ഇനിയും മുന്നോട്ട് തന്നെയല്ലേ? കുറവട്ടില്ല. ഞാൻ ഇടയ്ക്ക് ഞാൻ പറയും നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടി അപ്പൊ ഇവളെന്താ പറയാ, നിർത്തി ഒന്നും കൂടി ആക്കി കൂടെ എന്നല്ല, ഒന്നും കൂടി ആലോചിച്ചിട്ട് പോരെ ഇനി ഒരു കുട്ടി എന്നൊക്കെ ഞാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ പറയും പ്രസവം നിർത്താ, പക്ഷെ നിങ്ങള് നിർത്തണം. അതായത് ഞാൻ പ്രസവം നിർത്തി, എന്നിട്ട് ഇവിടെ ഏതോ ഒരു ആശാ വർക്കറൊക്കെ ഉണ്ട്, ഓരോ ഭർത്താവൊക്കെ അത് ചെയ്ത് യൂട്യൂബിലൊക്കെ അത് ചെയ്തു ഇത് ചെയ്തു പറഞ്ഞാണ്ട് ആണുങ്ങൾക്കൊക്കെ ആലോചിക്കാൻ പോസിബിൾ മേ ബി ആയിരിക്കും. പക്ഷെ ഇതൊക്കെ ഞരമ്പുമ്മലെ കളിയല്ലേ. ഞാൻ ആ ലേബർ റൂമിൽ പ്രസവം നിർത്തിയിട്ട് അൻഷിഫിന്റെ കൂടെ അതല്ലേ അൻഷിഫിന്റെ കൂടെ ഉള്ളവർ ആരാ, അപ്പൊ ലേബർ റൂമിന്റെ മുന്നിൽ നഴ്സ് ഇങ്ങനെ ചോദിക്കണതും ഞാൻ ആ സ്ട്രക്ചറിൽ ഇങ്ങനെ പ്രസവം നിർത്തിയിട്ടേ ഇതില് വരുന്ന സീനൊക്കെ ഞാൻ ആലോചിക്കണത്. അതൊന്നും നിന്നെ കൊണ്ട് അംഗീകരിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു അത് നടക്കൂല മോളെ, കാരണം ഞാൻ പറഞ്ഞു കൈതേ പൊട്ടത്തിയാണ്, മാപ്പിളാര് പ്രസവം നിർത്തിക്കാൻ അയക്കരുതേ, കാരണം അങ്ങനെ ആകുമ്പോ ഓല് പല വഴിക്ക് പോയാലും അപ്പൊ എനിക്ക് കുഴപ്പമില്ല. കാരണം നാലിൽ നമുക്കൊരു ഇത് കിട്ടുമല്ലോ. പക്ഷെ ഇപ്പൊ ഞാൻ ചോദിക്കുന്ന 3 മോനാണ്. ഞാൻ പെൺകുട്ടിക്ക് വേണ്ടി വെയിറ്റിംഗ് ആയിരിക്കുന്നത്. പെൺകുട്ടിക്ക് വേണ്ടിട്ട് വെയിറ്റ് ചെയ്ത് പെൺകുട്ടിയായി പഠിച്ചോ സഹിച്ച് മോളെയും കിട്ടി. അതല്ല ഇതെന്താ വെച്ചാല് നമ്മൾ അങ്ങനെ പറയാവൂ, പെൺകുട്ടിക്ക് വേണ്ടിട്ട് ആക്കിയതാണ്, വെയിറ്റ് ചെയ്താണ്. ഇനി ഇതിനെടുത്തോണ മറ്റു ജനങ്ങൾ ഇങ്ങനെ പറയുക അതെന്നെ പണി വെച്ചിട്ട് നമ്മളിങ്ങനെ ഒരു
ഇപ്പൊ പുതിയ നിയമം വരിക, നാം ഒന്ന് നമുക്കൊന്ന്. ഇല്ല, അത് ചൈനയിലല്ലേ? അല്ല, ചൈനനേക്കാളും നമ്മൾ അടിക്കും എന്ന് പറയുന്നപ്പോ വെറുതെ അല്ല. ഇന്ത്യക്ക് ഒരു മുതൽക്കൂട്ടാണ് നിങ്ങൾ. ഞാൻ വന്ന് നമുക്ക് ഞങ്ങളിൽ ഓരോരുത്തർക്കും ഓരോ നമ്മുടെ ഓരോരുത്തർക്കും ഓരോ തുണകൾ. അപ്പൊ എത്ര തുണകൾ? മോന് തുണ മോനായി, ഈ മോന് തുണ മോളായി, ഈ മോക്ക് തുണ ഒരു പെൺകുട്ടിയോടും വേണം. അപ്പൊ അടുത്ത ആൺകുട്ടിയാണെങ്കിൽ കാര്യങ്ങൾ മാറ്റി ഏഴെണ്ണം എനിക്കിത് ഒറ്റ സംഖ്യയിൽ എത്തിക്കണം എന്നുള്ളൊരു മൈൻഡാണ്. 4, 5 ഒറ്റ സംഖ്യ അല്ല, 7 ഓള് പറഞ്ഞതുണ്ട്. ആരാ ഇത് പറഞ്ഞേ? അതോള് ഏതോ പൊട്ട ബുദ്ധിയിൽ പറഞ്ഞത്. ഞങ്ങളെ നിശ്ചയം കഴിഞ്ഞ് നിക്കാൻ കഴിഞ്ഞ ടൈമില് അന്ന് എനിക്കറിയില്ലല്ലോ ഡെലിവറി ഇത്ര നമുക്ക് അറിയില്ലല്ലോ. അടുക്കുമ്പോഴല്ലേ മനസ്സിലാവത് ഇത്ര റിസ്കി ഫാക്ട് ആണെന്ന്. അന്ന് ഞാൻ പറഞ്ഞതാണ് 7 പക്ഷെ ഇപ്പൊ ഞാനത് കേൾക്കുന്നുണ്ട്. വേറെ കൊറേ ആവട്ടെ. പിന്നെ പറഞ്ഞോളെ, കണ്ണെങ്ങനെയാടാ മോനെ? കണ്ണ് ശരിയായില്ലേ? അതായത് കണ്ണ് കൊത്തുന്നാണ് കൊത്തിരുന്നത്. അതെ, മൈൻഡ് ചെയ്യുന്നല്ലേ? എന്തായ ഓരോന്നെ അതിനുള്ള പ്രാപ്തി നമ്മൾ നേടിക്കൊടുത്ത് അല്ലേ? നമ്മൾ ഈ ഗുജറാത്തികളെ മക്കളെ കണ്ടിട്ടില്ല, അവരെത്ര, ഞാൻ എപ്പോഴും വിചാരിക്കും ആ കുഞ്ഞുങ്ങളെ വിട്ട് ആ കുഞ്ഞുങ്ങൾ അതേപോലെ തന്നെ. കാരണം ഇപ്പോൾ നോക്കില്ല, ഞാനത് പറഞ്ഞ എന്ത് ചെയ്യും, അപ്പ വീട്ടിൽ കൊണ്ട് നോക്കും. സമാധാനം വേണ്ടത് കിരികിരി കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞു പോയിക്കോ. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ റിക്വസ്റ്റ് അയച്ചു കൊടുക്കും. കണ്ടില്ലേ, ഇജ്ജ് പോകാൻ നിൽക്കണം, ഞാൻ റിപ്ലൈ കൊടുക്കാനാണ്. നിങ്ങൾ കൊടുത്തോളി, ആർക്കൊക്കെ കൊടുത്തോളി. ഞാൻ ഇവിടെ ഇരുന്ന ഞാൻ സ്റ്റോറി ഇടും, എന്തെങ്കിലും മിസ് യു കുഞ്ഞോൾ എന്നൊക്കെ പറഞ്ഞു. അതെന്താ വെച്ചാൽ നമുക്ക് റിക്വസ്റ്റ് അയച്ചവർക്കൊക്കെ ഒരു വിരുന്ന് പോയി എന്ന് പറഞ്ഞാല് ആ പെൺകുട്ടികൾക്കൊക്കെ നമ്മളോടൊരു. പക്ഷെ പിന്നെയാണ് എനിക്ക് മനസ്സിലായത്, ഞാൻ സ്റ്റോറി ഇടുമ്പോ ചെക്കന്മാരൊക്കെ ബുക്ക് മെസ്സേജ് അയക്കും. ഞാൻ മിസ് യു എന്നൊക്കെ വരുമ്പോ ഇവിടെ ഒരു ലൗച്ചിനൊക്കെ അയച്ചു തരും. അപ്പൊ ഞാൻ വിചാരിച്ചു എന്റെ ഉദ്ദേശം വേറെയാണ്. പക്ഷെ അതായത് ഓളെ ഐഡി ഇന്ത്യയിലുണ്ട്. എന്നിട്ട് ഇവര് രാത്രിയൊക്കെ എവിടെ വീട്ടിലെത്തിയോ? അതിൽ ഞാൻ വെറുതെ ഞാൻ അങ്ങോട്ട് റിപ്ലൈ കൊടുക്കലുണ്ടോ? ഞാൻ കൊടുക്കും. ഞാൻ ഇവരെ എങ്ങോട്ടാ പോണെന്ന് അറിയണല്ലോ, അതിന് വേണ്ടിട്ട് കൊടുക്കും. ഞാൻ ഇന്ത്യയിൽ വരികയില്ല, പിന്നെ കാക്കുന് മെസ്സേജ് അയക്കൂല. എന്റെ അക്കൗണ്ട് എടുത്തുങ്ങാണ്ട് ഓർക്ക് ഇങ്ങനെ റിപ്ലൈ കൊടുത്തോണ്ടിരിക്കും. ഞാനാണ് റിപ്ലൈ കൊടുക്കണ. റിപ്ലൈ കൊടുക്കുക നിങ്ങൾ എങ്ങനെയാ കൊടുക്കുക? ഞാനാണ് ഇവക്ക് ലേഡീസിന്റെ റിക്വസ്റ്റ് കുറെ വരും. ഇന്റത് വരുന്നതൊക്കെ ഒരു ഡൈവോഴ്സ് കേസ്, അല്ലെങ്കിൽ അല്ല 17 വരെ 4 കുട്ടികളെ തന്തയും മക്കളെ വിശേഷം എന്താ? ഞാൻ പറഞ്ഞിട്ട് കാര്യം ചർച്ച എനിക്ക് താല്പര്യമില്ല. സീരിയസ് മാറ്റർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സംസാരിക്കുന്നൊക്കെ പറയും. അപ്പൊ ഇവിടെ ഇങ്ങനെ ചാറ്റ് ചെയ്യുമ്പോ ഇവർക്ക് പ്രൊഫൈൽ പിക്ചർ കാണുമ്പോഴേ എനിക്ക് മൂഡ് ഓഫ് ആണ്. അല്ലെങ്കിൽ പിന്നെ റോസാപ്പൂ അങ്ങനെയൊക്കെ വെച്ച് വരുന്നവരോട് കുറച്ചേരൊക്കെ നമുക്ക് ഒരു പ്രതീക്ഷയാണ്. പിന്നെ സൗണ്ടും ഇതൊക്കെ കേൾക്കുമ്പോ കുറച്ച് ചിലപ്പോ മൂഡ് പോകും. പിന്നെ ഇവിടെ ഐഡിയയിൽ ഞാൻ കയറും. വെളിയിൽ കുറെ പെണ്ണുങ്ങളവരുണ്ടാവും, അത് നല്ല മൊഞ്ചുള്ള കുട്ടികള്. അപ്പൊ അവർക്കൊക്കെ ആ റിപ്ലൈ എന്നിട്ട് ഞാൻ എന്നെ പറ്റി പുകഴ്ത്തും. അൻഷിഫ്ക്കാണ് എല്ലാം കൊണ്ടും ബെറ്റർ എന്നൊക്കെ പറഞ്ഞ മെസ്സേജ് അയക്കുന്നത്. ഇത് കുഞ്ഞോൾ താത്തല്ലേ കട്ടാക്കി പോകാ. നിങ്ങൾ വോയിസ് ഒക്കെ അയക്കോ ആർക്കെങ്കിലും? ഇതുവരെ എനിക്ക് ഇത്രയൊക്കെ കഴിവുണ്ടായിട്ടും നിങ്ങൾ തേടി ഒരാൾ വന്നില്ല എന്നാണ് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കുഞ്ഞോൾ ചില വെറുതെ പറയുകയാണോ എനിക്ക് സംശയമുണ്ട്. എന്താ ഒരു കുറവ്? എന്താ മനുഷ്യന് എല്ലാം കൂടുതലാ, അതുകൊണ്ട് തന്നെ എല്ലാം കൂടുതലാണ്. ആദ്യം ഒരു കുട്ടികളുടെ എണ്ണ എടുക്കുക, അതേ കുറച്ച് കൂടുതലാണ്. പിന്നെ അടുക്കണമെന്നുള്ള തീരുമാനിക്കൂല.